ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞി തെമു ഹോൾ വീഡിയോ ആണ്. സോ ആക്ച്വലി തെമു എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ആണ്. നമ്മുടെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള ഒരു ഷോപ്പിംഗ് സൈറ്റ് ആണ് തെമു. സോ അതിന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ വീഡിയോ ഇട്ട് നിൽക്കുമ്പം നമുക്ക് അത്യാവശ്യമായിട്ടും പ്രത്യേകിച്ച് UK-ലൊക്കെ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഹോൾ വീഡിയോ എന്ന് പറയുമ്പം ഒത്തിരി സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ തെമുന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് പിന്നീട് ഓർഡർ ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോ ഇട്ട് നിൽക്കുന്നവർക്ക്, എസ്പെഷ്യലി എബ്രോഡൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സാധനം ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സൂയിങ് മെഷീൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് ഓൾട്ടർ ചെയ്യണം എന്ന് വെച്ചാൽ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഓൾട്ടർ ചെയ്യുന്ന ഷോപ്പൊക്കെ വളരെ കുറവാണ്. സോ ഇങ്ങനത്തെ ഒരു മെഷീൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൂയിങ് മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും ഓൾട്ടറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു സൂയിങ് മെഷീൻ ആണ്. ഈ ഒരു പാക്കേജിലാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. എല്ലാ സാധനങ്ങളും കിട്ടിയപ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ സംഭവം. ചെറിയൊരു സാധനമാണ്. ഇത് ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരുപാട് തിക്കായിട്ടുള്ള തുണികളൊന്നും ചെയ്യാൻ പറ്റില്ല. നേരിയ തുണികളൊക്കെ നമുക്ക് അരിവടിക്കാനും അങ്ങനെയുള്ള സൈഡ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇത് യൂസ്ഫുൾ ആണ്. സോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇവിടെ നീഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു നീഡിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇവിടെ അതിൻ്റെ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ മാനുവലൊക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാധനം. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ്. ഇത് എന്തായാലും എനിക്ക് തോന്നുന്നു തെമുവിൽ 20 പൗണ്ട് എങ്ങാനും ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കിത് ഫസ്റ്റ് ടൈം യൂസർ എന്നുള്ള നിലയിൽ നമുക്ക് 4 പൗണ്ടിനെങ്ങാനുമാണ് ഈ ഒരു സാധനം കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭയങ്കര ചീപ്പ് റേറ്റിനാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സാധനം. നമുക്ക് നീഡിൽ തന്നിട്ടുണ്ട്, 2 നീഡിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ത്രെഡ് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഉണ്ട്. ഇതൊക്കെ എന്തിനാന്ന് എനിക്ക് അറിയില്ല. ഇനി മാനുവൽ വായിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ അത് ഇങ്ങനത്തെ ഒരു നീഡിലുണ്ട്, പിന്നെ 2 ത്രെഡ് ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സാധനത്തിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങൾ. നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും ഫസ്റ്റ് പ്രൊഡക്റ്റ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനദർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് വന്നിട്ട് ക്ലോത്ത് ഷേവർ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൂളൻ ക്ലോത്ത് അല്ലെങ്കിൽ നമുക്ക് ബനിയൻ ടൈപ്പ് ക്ലോത്ത് ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെറിയ പൊടികളൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ടൈപ്പ്, അത് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഇത് ആക്ച്വലി നമുക്ക് ക്ലോത്തിൽ, നമ്മളിപ്പോൾ ബനിയൻ ക്ലോത്തിലോ അല്ലെങ്കിൽ അങ്ങനെ വൂളൻ ഡ്രസ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടി ഇരിക്കുന്ന അറിയാം. പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിൽ പാൻറ്റിലൊക്കെ ആവും. സോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ആക്ച്വലി ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ശരിക്കും എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇത് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഇതിൽ ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ ഡ്രസ്സിൽ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിലുള്ള ഡേർട്ടൊക്കെ ഇതുവഴി ഉള്ളിലോട്ട് പോകും. എന്നിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് വൺസ് നമ്മൾ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ആ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രഷും അവർ തന്നെ തന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സംഭവമാണ്. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ ഓർക്കുന്നില്ല എത്രയാണെന്നുള്ളത്. എന്തായാലും ഞാൻ താഴെ കൊടുക്കാം ഇതിൻ്റെ റേറ്റ് എത്രയാണ്. ഇതും നല്ല ഓഫറിലാണ്, ഭയങ്കര ചീപ്പ് റേറ്റിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് അടുത്ത സാധനം. അപ്പോൾ ഇതിൽ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള സംഭവങ്ങൾ. ഞാൻ അടുത്തതായിട്ട് കിച്ചൺ യൂസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വെച്ചൊരു സാധനമായിരുന്നു. അപ്പോൾ കണ്ടപ്പം ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇത് സ്ട്രെയിനറാണ്. ആക്ച്വലി നമുക്ക് വാഷ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കിട്ടിയപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ ഞാനത് ഇതുവരെ പൊട്ടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല.
ഇതാണ് സംഭവം. ഞാനൊരു വൈറ്റ് കളറാണ് വാങ്ങിച്ചത്. ഇതിന്റെയും റേറ്റ് എനിക്ക് ഓർമ്മയില്ല. എന്താ ഞാൻ എല്ലാത്തിന്റെയും റേറ്റ് താഴെ കൊടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് ആയാലും അല്ലെങ്കിൽ അരിയൊക്കെ കഴുകാനാണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അത് പെട്ടെന്ന് ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇടുക. എന്നിട്ട് ഇങ്ങനെ ഡ്രെയിൻ ചെയ്യുമ്പം ഈ ഹോൾസിലൂടെ വെള്ളം പുറത്തേക്ക് പോകും. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഇതാണ് അടുത്ത സാധനം. ഇതും പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. ഓക്കെ, ചീപ്പായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് സാധനം. അപ്പൊ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചുള്ള കാര്യങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഫ്രീ ആയിട്ട്, അതായത് ഫസ്റ്റ് ടൈം യൂസർ എന്ന നിലയിൽ ഫ്രീ ആയിട്ട് എനിക്ക് 2 സാധനങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെയിൽ കിറ്റ് ആണ്. നമ്മുടെ സാധാരണ നെയിൽ കിറ്റ് ഉണ്ടല്ലോ, ഇത് ഒരു മിനി നെയിൽ കിറ്റാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള, പക്ഷെ എല്ലാ സാധനങ്ങളും നമ്മൾ നെയിലിന് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നെയിൽ കിറ്റാണ്. ഇതിൽ ആക്ച്വലി 2 നെയിൽ കട്ടർ വരുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ ആസ് യൂഷ്വൽ നോർമൽ സാധനം, പിന്നെ ഒരു സിസർ വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഇതിന്റെ എഡ്ജ് വന്നിട്ട് കുറച്ചിങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ളതാണ്. എനിക്ക് തോന്നുന്നു സൈഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനുള്ള ആ ഒരു മോഡൽ നെയിൽ കട്ടർ ഉണ്ട്. പിന്നെ നമ്മുടെ ക്യൂട്ടിക്കൾസ് ഒക്കെ എന്താ പറയുക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ പ്ലക്കർ ഉണ്ട്, നെയിൽ ഫയലർ ഉണ്ട്. പിന്നെ ഈ ഒരു സാധനം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യാനെങ്ങാനും ആയിരിക്കും. സോ ഈ ഒരു സംഭവം എനിക്ക് ഫ്രീ കിട്ടിയതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ ഭയങ്കര ചെറിയ സംഭവമാണ്. നമുക്ക് എല്ലായിടത്തും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള. പിന്നെ ഇതിന്റെ ക്വാളിറ്റി പറയാനാണെങ്കിൽ അടിപൊളി ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഒന്നാമത്തെ കാര്യം. നെക്സ്റ്റ്, സോ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് വീണ്ടും എനിക്ക് ഫ്രീ കിട്ടിയൊരു സംഭവമാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു സ്മാർട്ട് വാച്ച് ആണ്. ആക്ച്വലി ഇതിന് ഞാൻ നോക്കിയ സമയത്ത് ഒരു 28 or 29 പൗണ്ടിന്റെ അടുത്തെങ്ങാനും ഈ ഒരു വാച്ചിന് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കിത് കിട്ടുന്ന സമയത്ത് അത്ര ഉണ്ടായിരുന്നു ഈ ഒരു വാച്ചിന്. അപ്പൊ ഇതും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ സംഭവമാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തതാണ്. അപ്പോ ഇതാണ് വാച്ച്. ഇതും ഒരു മെൻസ് വാച്ച് ആണ്, പക്ഷെ എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു വാച്ചാണ്. ഇതും ഭയങ്കര അടിപൊളിയായിട്ടുള്ള വാച്ചാണ്. ഇതിന്റെ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. ഫ്രീ കിട്ടിയ സാധനമാണെങ്കിലും ക്വാളിറ്റിക്കൊന്നും ഒരു കുറവുമില്ല. അത്ര അടിപൊളിയാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കളറും സ്ട്രാപ്പും കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരു 2 കളറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു ഓറഞ്ചും പിന്നെ ഈ ഒരു ആഷ് കളർ പോലത്തെ കളറും ഇതാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വന്നിട്ടുള്ളത് ഇതിന്റെ ചാർജറാണ്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ സ്മാർട്ട് വാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ അടിപൊളിയായിട്ട് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ളൊരു വാച്ചാണ്. പിന്നെ ഇതിന്റെ വാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബുക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് വാച്ച്. ഇത്രയും സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ വാച്ച് തന്നെയാണ്. അപ്പൊ ക്വാളിറ്റി വൈസ് ഒക്കെ നല്ല അടിപൊളിയാണ്. സോ ഞാൻ ഈ പർച്ചേസ് ചെയ്ത ഈ പ്രൊഡക്റ്റ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ്. പക്ഷെ ആ ഒരു ചീപ്പ് ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, അതിന്റെ ക്വാളിറ്റി ഒക്കെ അടിപൊളി ക്വാളിറ്റിയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും തെമോന്ന് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എന്താണെന്നും കൂടെ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും ഇത്രയും തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ.